ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സീതാർകുണ്ട് നമ്മൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. സീതാർകുണ്ടിൽ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇന്ന് കാണാം. എൻ്റെ പട്ടി ഷോ ആണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത്. ഇത് ചേച്ചി ഇവിടെ കിടന്നുറങ്ങുകയാണ്. അത് വേറെ ഒന്നുമല്ല കേട്ടോ, ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അതുവരെ. ഞങ്ങളിന്ന് കൊല്ലംകോടുള്ള സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. പാലക്കാട് കൊല്ലംകോട് ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയ സ്ഥലമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗായ്സ്. നിങ്ങൾ ലൈഫിൽ വൺ ടൈമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം. ഈ കുന്നും മലയും കാടും പാടങ്ങളും വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. പോകുന്ന വഴി തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളാകെ വാട്ടർഫോൾസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വന്നുകൊണ്ടാണ്, വേറെ എങ്ങോട്ടും പോവില്ല. രണ്ട് പാടങ്ങൾക്കിടയിൽ ഒരു റോഡ്. ഹായ് വാ, ഇത് രസമാണല്ലേ കാണാൻ. ഇവിടെ ചെറിയ ചെറിയ കടകളും വീടുകളുമാണ്. വഴി ചോദിച്ച് പോവാണ്. സംഭവം ഞാൻ പാലക്കാട്ടുകാരിയാണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇത്രയും കാലം മിസ്സാക്കിയല്ലോ എന്ന് സങ്കടമുണ്ട്. ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്ടർഫോൾസ് എവിടെയാ? 200 മീറ്റർ നടക്കാം. കുളിക്കാനെന്ന് തോന്നുന്നു. ഞങ്ങൾ ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ നിൽക്കണമെന്ന്. സൈഡിൽ നിന്നു കേട്ടാ, കാല് വഴുതി വീണു. എന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ചാല് അറിയത്തില്ല. ഇതാണ് ചളി. ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്, ബൈ. അവൻ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞത്, വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പോയി. ഇവിടുന്ന് കുറച്ചുകൂടി നടക്കാനുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. കുറേ നടക്കണം തോന്നി. അപ്പോൾ വാട്ടർഫോൾസിൽ ഇങ്ങനെ നടന്നു നിൽക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീതാർകുണ്ട് തങ്കു കാണാൻ പോയത്. ആക്ച്വലി കുറേ നേരെ നടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന നീണ്ടു നിവർന്നു കിടക്കുന്ന മലയില്ലേ, അതാണ് നെല്ലിയാമ്പതി മല. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ്. ഇവിടെ ചുറ്റിനും മാങ്ങ തോട്ടമാണ് കേട്ടോ. പക്ഷെ അല്ലേ, മാങ്ങ സീസൺ അല്ലാത്തതുകൊണ്ട് മാമ്പൂ മാത്രമേ ഉള്ളൂ. ഗൈഡൊന്നും വേണ്ട പറയും, ഞങ്ങൾ പൊക്കോളാം പറയും. വെള്ളച്ചാട്ടം കണ്ടു. ഈ ഒഴുക്ക് ഞാനും കണ്ടു. എടാ പഴുത്ത മാങ്ങേട്ടാ, ഇവിടെ പഴുത്ത് തുടങ്ങിയ. ശരിക്കും നമ്മൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ആണ് ആ വണ്ടിയോ? 40 രൂപയാണ് പാർക്കിങ്ങിന്റെ പേ ചെയ്തത്. 40 രൂപ.
പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത്ര അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം വരായിരുന്നു. കൊണ്ടുപോകാൻ കിട്ടി വേണമായിരുന്നു. അതേപോലെ ആ പാലും കുറച്ച് പൊന്നു ഓ നല്ല തിരക്ക്. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. ആക്ച്വലി ഇത് ന്യൂ ഇയർ ദിവസം എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ തലേദിവസം ഉറപ്പൊഴിച്ച് ന്യൂ ഇയറിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. അതാണ് ഞങ്ങളൊരു ഉഷാറില്ലാതെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ നല്ല സന്തോഷമുണ്ട്. ഇന്നലെ മുതൽ അധ്വാനാണല്ലോ കേട്ടോ. ഇനി വെള്ളച്ചാട്ടം വീടിനടുത്തുണ്ടോ? ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണെന്നൊക്കെ പറയണ പോലെ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഫൈനലി അവിടെ എത്തിയിരിക്കുന്നു. വെള്ളം കുറവാണെന്ന് തോന്നുന്നു. നീക്കൂടെ അമ്മേ ചെരുപ്പ് പൊട്ടോ? അവിടെ എത്തുമ്പോൾ ഇവിടെ ഇത്ര ഒരു റിസ്കി പ്ലേസ് ആണെന്ന് മനസ്സിലായില്ല. നടന്ന് ആകെ കുഴയുന്ന തോന്നണം. കുറെ നേരമായി ഞാൻ നടക്കാൻ തുടങ്ങി. യാതൊരുവിധ എൻഡും ഇല്ല. ആകെ കിടച്ച് ഒരു വഴിയായി. പക്ഷെ നടന്നിക്കട ഇത് ഭയങ്കര റിസ്കി
ആയിട്ടുള്ള പ്ലേസ് ആണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കയറിയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എനിക്ക് ഉയരം പേടിയാണ് കേട്ടോ. ഇവിടെയാണ് അന്ന് അടിച്ചിട്ട് പെട്ടെന്ന് വെള്ളക്കാട്ട് പെട്ടെന്ന് വന്നു സ്പീഡ് വന്നത്. നല്ല തണുപ്പാവും ഇത്. ഇത് നല്ല വ്യൂ കേട്ടോ. അങ്ങനെ പോസ്റ്റൊക്കെ തരുന്നത് ശരിയില്ല. അപ്പുറത്തോട്ട് വഴിയുണ്ടെന്നൊക്കെ ചോദിച്ചു. ഇതെന്താ ബാത്റൂം ഇത് നോക്ക് ആ വൈബ് ഉയരമാണ് എനിക്ക് പേടി. വേറെ അണ്ണാനെ കൊണ്ട് അങ്ങനെ എങ്ങനെ പോരെ? അത് ആടും പോലെ ഉണ്ട്. എനിക്ക് ചാടി പോണം. മാവ എവിടെ വീടുണ്ടായോ? വീട് തന്നെ വീട് കഴിഞ്ഞാൽ വായ നമ്മെ കേൾക്കണ്ട. കുഴപ്പമില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? വെള്ളച്ചാട്ടം കാണാമെന്ന് ആഗ്രഹം രണ്ടാൾ ഷൂ ഇട്ടിട്ട് വന്നെങ്കിൽ വലിയ ആൾക്കാർ. நீங்களான பாவம் கொஞ்சம் சந்தோஷப்பட்டிருப்போம் எல்லாம் பார்த்து. സീതാർക്കുണ്ട് ഇനി മുകളിലേക്ക് പോകുന്നുണ്ട്. നോക്കി വാ. ഇത് കല്ലാണ്. ആ അതല്ലേ ഉരുണ്ടതല്ലേ? അത്ര സൗണ്ട് നിൽക്കുമോ? നല്ലതില്ല. അതിങ്ങനെ ഒരനങ്ങാതെ ആയിക്കൂടെ പോയാ അപ്പുറം പോയാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.